ഈ നടക്കുന്ന വള്ളംകളിയിൽ നമ്മൾ കപ്പടിക്കാനുള്ള എല്ലാ തീരുമാനം രണ്ട് കൽപ്പിച്ചാണ് നമ്മൾ ഇറങ്ങി തിരിച്ചിരിക്കുന്നത്. മറ്റൊരു കാര്യവും കൂടെ ജലോത്സവ ലോകത്തിന് പരിചയപ്പെടുത്താനും ജലോത്സവ ലോകത്തിന് പങ്കുവയ്ക്കുന്നതിനും കൂടെ കൂട്ടിയിട്ടാണ് ഇത്തരം ഒരു റിസ്ക് എടുക്കാൻ വേണ്ടി തന്നെ തയ്യാറായത്. എന്നായാലും 30-ാം തീയതി ശനിയാഴ്ച ഒരു 5 മണിയാകുമ്പം നെഹ്റു ട്രോഫി കുമരകത്ത് വരും എന്നുള്ള പൂർണ്ണ വിശ്വാസമുണ്ട് ഞങ്ങൾ. കുമരകത്തിൻ്റെ വള്ളംകളി എന്നുള്ള ആ ഒരു വികാരത്തെ ലോകം മുഴുവൻ ഏറ്റെടുത്തിട്ടുള്ളതാണ്. ശനിയാഴ്ച നല്ലൊരു ദിനമാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നെഹ്റു ട്രോഫി മത്സരം അടുത്തിരിക്കുകയാണ്. പുന്നമടക്കായലിലെ ജലരാജാവ് എന്നറിയാൻ ഇനി ദിവസങ്ങൾ മാത്രമാണ് ബാക്കി. പല ക്ലബ്ബുകളും അവരുടെ കിരീടം ഉയർത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമത്തിൻ്റെ ഭാഗമായി ട്രയലുകൾ എടുത്ത് പുന്നമടയിലേക്ക് എത്താനിരിക്കുകയാണ്. ഇതിൻ്റെ ഭാഗമായി ട്രയൽ എടുക്കുന്ന ഇമ്മാനുവൽ ബോട്ട് ക്ലബിനോടൊപ്പമാണ് നമ്മൾ ഇന്ന് ചേരുന്നത്. എന്താണ് ഇവർക്ക് പറയാനുള്ളത്, എന്താണ് ഇവർക്ക് ചെയ്യാനുള്ളത് എന്നൊക്കെ നമുക്കൊന്ന് കാത്തിരുന്ന് കാണേണ്ട കാര്യം തന്നെയാണ്. അവരുടെ വിശേഷങ്ങളും അവരുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും നമുക്ക് അവരോട് തന്നെ ചോദിച്ചറിയാം. 2025 നെഹ്റു ട്രോഫി നേടണമെന്നുള്ള ഉദ്ദേശത്തോടുകൂടിയാണല്ലോ നടുവിലെ പ്രമ്മൻ പുന്നമടക്കായലിലേക്ക് എത്തുന്നത്. ഈ നിമിഷത്തിൽ നടുവിലെ പ്രമ്മൻ്റെ പ്രകടനത്തെക്കുറിച്ച് എന്താണ് നിങ്ങൾക്ക് പറയാനുള്ളത്? വളരെ കുറഞ്ഞ ട്രയൽ ദിവസങ്ങളാണ് ഞങ്ങൾക്കുണ്ടായിരുന്നത്. കുമരകത്തിൻ്റെ യശസ് ഉയർത്തുവാൻ വേണ്ടി കുമരകത്തിൻ്റെ സ്വന്തം ചുണ്ടനിൽ ഇമ്മാനുവൽ ബോട്ട് ക്ലബ് കുമരകം എന്ന ടീമുമായിട്ട് ഞങ്ങൾ ഇക്കുറി പുന്നമടക്കായലിലേക്ക് പോകുന്നത് വിജയം അല്ലെങ്കിൽ വെള്ളിക്കപ്പ് നേടിയെടുക്കുന്നതിന് വേണ്ടി മാത്രമാണ്. വളരെ കുറഞ്ഞ ദിവസത്തെ പരിശീലനമാണ് ഞങ്ങൾ പൂർത്തീകരിക്കുന്നത്. ഭൂരിഭാഗം ആളുകളും ഈ ടീമംഗങ്ങളായിട്ടുള്ള ഭൂരിഭാഗം ആളുകളും കുമരകം സ്വദേശികൾ തന്നെയാണ്. കുമരകത്തിൻ്റെ വള്ളംകളി എന്നുള്ള ആ ഒരു വികാരത്തെ ലോകം മുഴുവൻ ഏറ്റെടുത്തിട്ടുള്ളതാണ്. ആ വികാരം കുറേ കാലങ്ങളായിട്ട് കുമരകത്ത് കപ്പില്ലാത്തതിൽ വളരെ ആ വികാരം ഉള്ള ആ നാട് തന്നെ വല്ലാത്തൊരു വേദനയിലാണ്. അപ്പം ആ വേദന നീക്കുവാൻ വേണ്ടി ഞങ്ങളെല്ലാവരും കൂടി ഒറ്റക്കെട്ടായിട്ട് നടത്തുന്ന ഒരു പ്രവർത്തനമാണ് നടന്നു വരുന്നത്. ഇക്കുറി നെഹ്റു ട്രോഫി കരസ്ഥമാക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. എൻ്റെ കൂടെ ഇപ്പം നിൽക്കുന്നത് കുമരകംകാർക്കും പ്രത്യേകിച്ച് ആലപ്പുഴക്കാർക്കും പരിചയപ്പെടുത്തേണ്ട ഒരു വ്യക്തിയൊന്നുമല്ല. നമ്മുടെ സ്വന്തം വള്ളംകളി ലോകത്തിൻ്റെ സച്ചിൻ എന്നറിയപ്പെടുന്ന അനിൽ കളപ്പുരയാണ്. നിരവധി നെഹ്റു ട്രോഫി കിരീടങ്ങൾ കുമരകത്തിന് സമ്മാനിച്ചുള്ള അനിലണ്ണന് ഈ വിഷയത്തിൽ എന്താണ് പറയാനുള്ളത് നമുക്കൊന്ന് ചോദിച്ചു. വള്ളംകളി ആഗസ്റ്റ് 30-ാം തീയതിയാണ്, ശനിയാഴ്ചയാണ് വള്ളംകളി നടക്കുന്നത്. ഒരു 15 വർഷമായിട്ട് കുമരകത്ത് നിന്ന് കപ്പ് മാറി നിൽക്കുകയാണ്. അപ്പോൾ ഇത്തവണ കുമരകത്ത് 2 ക്ലബ്ബുകളാണ് നിലവിൽ മത്സരിക്കുന്നത്. ആ 2 ക്ലബ്ബും നല്ല രീതിയിലാണ് പ്രാക്ടീസ് ചെയ്യുന്നത്. ദൈവം അനുഗ്രഹിക്കുവാണെങ്കിൽ കുമരകംകാർ തന്നെ കപ്പ് കൊണ്ടുവരണമെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. അതിനുള്ള പരിപാടി NCD ഞങ്ങൾ ഇമ്മാനുവൽ ബോട്ട് ക്ലബ്ബ് ജിബിയുടെ നേതൃത്വത്തിൽ നല്ലൊരു ടീമിനെ ഞങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. എന്നായാലും 30-ാം തീയതി ശനിയാഴ്ച ഒരു 5 മണിയാകുമ്പം നെഹ്റു ട്രോഫി കുമരകത്ത് വരും എന്നുള്ള പൂർണ്ണ വിശ്വാസമുണ്ട് ഞങ്ങൾ. അപ്പോൾ വള്ളംകളിയെ കൂടുതൽ ജനകീയമാക്കി കിരീടത്തെ കുമരകത്തേക്ക് കൊണ്ടുവരിക എന്ന് തന്നെയാണ് ലക്ഷ്യം അല്ലേ? അത് തന്നെ കൂടുതൽ ജനങ്ങളിലേക്ക് നമ്മളാണ് ജനകീയ ക്ലബ്ബ്, നമ്മളെ ജനങ്ങൾ സ്നേഹിക്കുന്നുകൊണ്ടാണല്ലോ ഈ ക്ലബ്ബൊക്കെ നിലനിൽക്കുന്നത്. അവരുടെ അനുഗ്രഹങ്ങളും പ്രാർത്ഥനകളും ഇതോടൊപ്പം ഉണ്ടാകുമെന്ന് 100% പ്രതീക്ഷിക്കുന്നു. എന്നായാലും ആഗസ്റ്റ് 30-ാം തീയതി ശനിയാഴ്ച നല്ലൊരു ദിനമാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. തുടർച്ചയായിട്ട് 5 വർഷമായി പള്ളാത്തുരുത്തി ബോട്ട് ക്ലബ്ബാണ് കിരീടം നേടിക്കൊണ്ടിരിക്കുന്നത്. നെഹ്റു ട്രോഫി കഴിഞ്ഞ 10 വർഷമായിട്ട് കുമരകത്തേക്ക് എത്തുന്നുമില്ല. ഇത് വള്ളംകളി ലോകത്തൊരു ചർച്ചയാക്കുന്നില്ലേ? തീർച്ചയായും തുടർച്ചയായി 5 വർഷം പള്ളാത്തുരുത്തി ബോട്ട് ക്ലബ്ബ് ജയിച്ചിട്ടുണ്ടെങ്കിൽ ഇതിനു മുമ്പ് 10 വർഷങ്ങൾക്ക് മുമ്പ് തുടർച്ചയായ വിജയങ്ങൾ കുമരകത്ത് നേടിയിട്ടുള്ളതാണ്. കാലഘട്ടങ്ങളനുസരിച്ച് ടീമുകൾ മാറിയും മറിഞ്ഞും ഒക്കെ വരും. പക്ഷേ ഇവിടെ പള്ളാത്തുരുത്തിയുടെ ഈ തേരോട്ടത്തെ പിടിച്ചു നിർത്തുന്നതിന് വേണ്ടിയിട്ടുള്ള പരിശ്രമമാണ് നമ്മൾ നടത്തുന്നത്. അതിനുള്ള പരിശീലനങ്ങളും പരിപാടികളുമാണ് നമ്മൾ നടത്തി വരുന്നത്. ഇത്തവണ ഇമ്മാനുവൽ ബോട്ട് ക്ലബിൻ്റെ ഒരു ട്രയലിനെ സംബന്ധിച്ചിടത്തോളം നോക്കുകയാണെങ്കിൽ വളരെ കുറഞ്ഞ സമയം മാത്രമാണുള്ളത്. മറ്റ് ക്ലബ്ബുകൾ 1 മാസം 2 മാസം ട്രയലുകളുമായിട്ട് വരുമ്പോൾ കുറഞ്ഞ സമയം കൊണ്ട് കൂടുതൽ എഫേർട്ട് ഇട്ട് ഒരു ലക്ഷ്യം കാണുക എന്നുള്ള ഉദ്ദേശത്തിലാണ് നിങ്ങൾ പോകുന്നത്. കാരണം കുറഞ്ഞ ദിവസത്തെ ട്രയലിൽ മികച്ച പരിശീലനം അല്ലെങ്കിൽ മികച്ച പ്രകടനം
ഉണ്ടാക്കിയെടുക്കുക, കുറഞ്ഞ പരിശീലനത്തിൽ മികച്ച പ്രകടനം ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ്. ആ ഒരു ഉദ്യമവും കൂടെ ഞങ്ങൾ ഇക്കുറി ഏറ്റെടുത്തിരിക്കുകയാണ്. അനാവശ്യമായി പണം ചെലവഴിച്ചും സമയം ചെലവഴിച്ചും വള്ളംകളി ലോകത്തേക്ക് തന്നെ ആരും പണം മുടക്കാൻ വരാത്ത ഒരു സാഹചര്യം ഇന്നത്തെ കാലത്ത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ തന്നെ വള്ളംകളി ഏതാണ്ട് ഒന്നോ രണ്ടോ അല്ലെങ്കിൽ വളരെ ഏതാനും കുറച്ച് ക്ലബ്ബുകളിലേക്ക് മാത്രമായി ചുരുങ്ങിപ്പോകുന്ന ഒരു സാഹചര്യവും കൂടെ ഉണ്ട്. അപ്പം കുറഞ്ഞ ചെലവിലും കുറഞ്ഞ സമയത്തിലും വള്ളംകളി മികച്ച രീതിയിൽ ഒരു ടീമിനെ വാർത്തെടുക്കുന്നതിനും മത്സരത്തിൽ പങ്കെടുക്കുന്നതിനും വിജയിക്കുന്നതിനുമൊക്കെ കഴിയുമെന്നുള്ള ഒരു നേർസാക്ഷ്യം കൂടി നൽകുന്നതിന് വേണ്ടിയാണ് ഞങ്ങൾ ഇക്കുറി പരിശ്രമിക്കുന്നത്. ഇത്തവണ CBLിലേക്കും കൂടി ഇമ്മാനുവൽ ബോട്ട് ക്ലബിന് ഒരു എൻട്രി പ്രതീക്ഷിക്കല്ലേ? തീർച്ചയായും CBL വരും. ജലോത്സവ ലോകത്ത് എല്ലായ്പ്പോഴും ഇടിത്താളക്കാരുടെ സ്ഥാനം വളരെ പ്രധാനപ്പെട്ടതാണ്. ഇവിടെ നമ്മളോടൊപ്പം ചേരുന്നത് ഇമ്മാനുവൽ ബോട്ട് ക്ലബിൻ്റെ ഇടിത്താളക്കാരനാണ്. അദ്ദേഹത്തോട് നമുക്ക് ചോദിക്കാം, എന്താണ് വള്ളംകളിയിലെ ഇടിത്താളക്കാരൻ്റെ ഒരു പ്രാധാന്യമെന്ന് പറയട്ടോ. പ്രാധാന്യം, എൻ്റെ പേര് സൈജു എന്നാണ്. ഞാൻ കൊല്ലത്താണ്. ഇമ്മാനുവൽ ബോട്ട് ക്ലബിൻ്റെ പിടിക്കാനാണ്. വള്ളംകളി ഞാൻ വന്നിട്ടുണ്ട് 11 വർഷമാണ്. നമ്മുടെ താളത്തിലാണ് തുഴച്ചിക്കാരൻ മുന്നോട്ടുള്ള പ്രകടനം. നമ്മുടെ താളം നമ്മുടെ കയ്യിൽ നിന്ന് പോയാൽ അവരെ കയ്യിൽ നിന്നും പോകും. അതാണ് ഏറ്റവും വലിയ പ്രധാന കാര്യം എന്ന് പറയുന്നത്. ഈ നടക്കുന്ന വള്ളംകളിയിൽ നമ്മൾ കപ്പടിക്കാനുള്ള എല്ലാ തീരുമാനവും രണ്ട് കൽപ്പിച്ചാണ് നമ്മൾ ഇറങ്ങി തിരിച്ചിരിക്കുന്നത്. നമുക്ക് സ്പോൺസർമാരായിട്ടങ്ങനൊന്നും ആരും ഒന്നുമില്ല. നമ്മുടെ ക്യാപ്റ്റൻ ജിബി ചേട്ടനാണ്. പുള്ളിയാണ് ഇതിനെല്ലാം നേതൃത്വം വഹിക്കുന്നത്. അദ്ദേഹം തന്നെയാണ് തോന്നുന്നല്ലേ ഒന്നാം വരം? അതെ, അദ്ദേഹം തന്നെയാണ്. എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. ഈ ബോട്ടിൽ കളിക്കാൻ വന്നതിൽ ഒരുപാട് സന്തോഷമുണ്ട്. കപ്പടിക്കാൻ തന്നെയാണ് ഞങ്ങളുടെ തീരുമാനം, ഉറച്ച തീരുമാനം. ഇത്തവണ 2025 ഓഗസ്റ്റ് 30 വൈകുന്നേരം ആകുമ്പോഴേക്കും നെഹ്റു ട്രോഫി ഇമ്മാനുവൽ ബോട്ട് ക്ലബിൻ്റെ നേതൃത്വത്തിൽ ഇവിടെ എത്തിക്കുമെന്ന് തന്നെയാണ് നിങ്ങൾ? തീർച്ചയായിട്ടും കപ്പ് ഇവിടെ തന്നെ കുമരകത്തിൽ കൊണ്ടുവരണം എന്നുള്ള തീർച്ചയായിട്ടും ഞങ്ങളുടെ കഷ്ടപ്പാടിൻ്റെ വേദന ഞങ്ങൾ ധൈര്യം കണ്ടിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ ഇവിടെ കൊണ്ടുവന്നിരിക്കും. അത് യാതൊരു സംശയമില്ല. നെഹ്റു ട്രോഫി കുമരകത്ത് നമ്മളിൽ നിന്നും വിട്ടകന്നിട്ട് കുറച്ച് വർഷങ്ങളായി. ഈ വർഷം കുമരകത്ത് എത്തേണ്ടത് കുമരകം ജനതയുടെ സ്വപ്നം തന്നെയാണ്. അതിനുവേണ്ടി കുമരകത്തു നിന്ന് പോകുന്ന ചുണ്ടൻ വള്ളത്തിൻ്റെ ഇമ്മാനുവൽ ബോട്ട് ക്ലബ്ബ് ആ സ്വപ്നം സാക്ഷാത്കരിക്കുമെന്ന ഉറച്ച ബോധ്യം ഞങ്ങളുടെ തുഴച്ചിൽക്കാർക്കും ഞങ്ങളുടെ ടീം അംഗങ്ങൾക്കും അതോടെ ഈ ടീമിനെ സ്നേഹിക്കുന്ന ജനങ്ങൾ ഞങ്ങൾ ആ സ്വപ്ന സാക്ഷാത്കാരം നിറവേറ്റി കൊടുക്കാൻ ഞങ്ങൾ ബാധ്യസ്ഥരാണ്. അത് ഞങ്ങൾ നിറവേറ്റി കൊടുക്കും. അതുപോലെ തന്നെ ഈ ക്ലബിന് വേണ്ടി സ്വയം ജീവൻ ബലി കൊടുക്കുന്ന ജിഫിക്ക് ഈ വിജയം അത്യാവശ്യമാണ് ഈ ടീമംഗങ്ങൾ കൊടുക്കേണ്ടത്. അതുപോലെ തന്നെ നാടിനു വേണ്ടി ഞങ്ങൾ ഈ ട്രോഫി ഞങ്ങൾ നേടിയെടുക്കും എന്ന ഉറച്ച വിശ്വാസം ഞങ്ങൾക്കുണ്ട്. ആ വിശ്വാസം ഞങ്ങൾ നിലനിർത്തുക തന്നെ ചെയ്യും.